but it's not okay. Whatever, can I walk away? Oh yeah, can still see your face. So tell me what. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും നിമൽസ് ആക്ടിവിറ്റീസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി നമ്മുടെ ബയോളജിയിലെ പാർട്ട് 3യിലേക്കാണ് പോകുന്നത്. നമ്മൾ 2 പാർട്ടുകൾ കഴിഞ്ഞു ബയോളജി ക്ലാസ്സിൻ്റെ. അതുവരെ നിങ്ങൾ കണ്ടതിൻ്റെ ബാക്കിയാണ് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് അങ്ങോട്ട് പോകാം. നമ്മൾ രണ്ട് ന്യൂറോൺസിനെ കുറിച്ച് വരെയാണ് പറഞ്ഞത്. നമുക്ക് നെർവ്സാണ് പറയാനുള്ളത്. അപ്പോൾ നെർവ്സിലേക്ക് പോകാം. നെർവ്സ് എന്ന് പറഞ്ഞാൽ നെർവ്സ് ആർ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് ഓർ നെർവ് ഫൈബേഴ്സ്. ആക്സോണുകളുടെയോ അല്ലെങ്കിൽ നെർവ് ഫൈബേഴ്സിൻ്റെ ഒരു കൂട്ടത്തെയാണ് നെർവ്സ് എന്ന് പറയാം. ദേ ആർ കവേർഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ. അവർ കണക്റ്റീവ് ടിഷ്യൂവിനാൽ വലയം ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് നെർവ്സ് പറഞ്ഞാൽ. നെർവ്സും ഈ ന്യൂറോൺസിൻ്റെ പോലെ പല വിഭാഗമുണ്ട്. അതായത് 3 വിഭാഗമുണ്ട്. നെർവ്സ് ആൻഡ് ദെയർ പെക്യുലാരിറ്റീസ്, ഫങ്ഷൻസ്. ഈ ബോക്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് സെൻസറി നെർവാണ്. സെൻസറി നെർവ് ഉണ്ടാവുന്നത് ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ്. സെൻസറി നെർവ് ഫൈബേഴ്സിനാണ് സെൻസറി നെർവ് ഉണ്ടാവുന്നത്. അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്യാരീസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഈ ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഇമ്പൾസസിനെ ബ്രെയിനിലേക്ക് സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുക എന്നതാണ് സെൻസറി നെർവിൻ്റെ ജോലി, കടമ. പിന്നെ രണ്ടാമത്തെ ഉള്ളത് മോട്ടോർ നെർവാണ്. ഫോംഡ് ഓഫ് മോട്ടോർ നെർവ് ഫൈബേഴ്സ്. അത് മോട്ടോർ നെർവ് ഫൈബേഴ്സ് എന്നാണ് ഉണ്ടാവുന്നത്. ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. അത് ഇമ്പൾസസിനെ ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡിൽ നിന്നുള്ള ഇമ്പൾസസിനെ ശരീരത്തിൻ്റെ പല ഭാഗത്തേക്ക് എത്തിക്കും. പിന്നെ മൂന്നാമത്തത് മിക്സ്ഡ് നെർവാണ്. ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ് ആൻഡ് മോട്ടോർ നെർവ് ഫൈബേഴ്സ്. സെൻസറി നെർവ് ഫൈബേഴ്സിനെ കൊണ്ടും മോട്ടോർ നെർവ് ഫൈബേഴ്സ് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്നതാണ് മിക്സ്ഡ് നെർവ്. അതിൻ്റെ ജോലി എന്താ വെച്ചാൽ ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കൊക്കെ ഇമ്പൾസിനെ എത്തിക്കുകയും അവിടുന്ന് ശരീരത്തിൻ്റെ പരമാവധി എത്തിക്കുക. ഇത് രണ്ടും കൂടിയാണ് മിക്സ്ഡ് നെർവിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ എന്തൊക്കെയാണ് നെർവ് പറഞ്ഞാൽ നെർവ്സ് ആർ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് ഓർ നെർവ് ഫൈബേഴ്സ്. ദേ ആർ കവേർഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ. പിന്നെ സെൻസറി നെർവ് പറഞ്ഞാൽ ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ്. അതിൻ്റെ ഫങ്ഷൻ ക്യാരീസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. പിന്നെയുള്ള മോട്ടോർ നെർവാണ്. ഫോംഡ് ഓഫ് മോട്ടോർ നെർവ് ഫൈബേഴ്സ്. ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. പിന്നെ മൂന്നാമത് പഠിച്ചത് മിക്സ്ഡ് നെർവാണ്. ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ് ആൻഡ് മോട്ടോർ നെർവ് ഫൈബേഴ്സ്. ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഇതാണ് 3 നെർവ്സ്. അതിൻ്റെ ഫങ്ഷൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം. അടുത്ത നെർവ് സിസ്റ്റത്തിൻ്റെ 2 ഭാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് നെർവ് സിസ്റ്റത്തിൻ്റെ ഈ ഫ്ലോ ചാർട്ട് നോക്കണം. സെൻട്രൽ നെർവ് സിസ്റ്റം, പെരിഫറൽ നെർവ് സിസ്റ്റം. സെൻട്രൽ നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിനും സ്പൈനൽ കോഡും. പെരിഫറൽ നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്രാനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും. ക്രാനിയൽ നെർവ്സ് 12 പേഴ്സുകളുള്ളത്, 12 കൂട്ടങ്ങളുള്ളത്. സ്പൈനൽ നെർവ്സ് പറഞ്ഞാൽ 31 പേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് നെർവ് സിസ്റ്റം? സെൻട്രൽ നെർവ് സിസ്റ്റവും പെരിഫറൽ നെർവ് സിസ്റ്റം. സെൻട്രൽ നെർവ് സിസ്റ്റത്തിൽ ബ്രെയിനും സ്പൈനൽ കോഡും, പെരിഫറൽ നെർവ് സിസ്റ്റത്തിൽ ക്രാനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും. പിന്നെ ഉള്ളത് ബ്രെയിനാണ്. ബ്രെയിൻ ഈസ് ദി സെൻട്രൽ പാർട്ട് ഓഫ് ദി നെർവ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൻ്റെ കേന്ദ്രമാണ് ബ്രെയിൻ. അതിൻ്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ദ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദി സ്കൾ. സ്കള്ളിൻ്റെ ഉള്ളിലാണ് ബ്രെയിനെ സംരക്ഷിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് കവേർഡ് ബൈ മെനിങ്കസ്. അത് മെനിങ്കസിനാൽ വലയം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. 3 ലെയർഡ് മെംബ്രെയിൻ. മെനിങ്കസ് പറഞ്ഞാൽ ഒരു 3 ലെയറുള്ള മെംബ്രെയിനാണ്. അപ്പോൾ ദ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദി സ്കൾ. ഇറ്റ് ഈസ് കവേർഡ് ബൈ ദി മെനിങ്കസ്, 3 ലെയർഡ് മെംബ്രെയിൻ. ഇനി മെനിങ്കസിൻ്റെ ഉള്ളിൽ എന്താ നിറച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. ദ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഈസ് ഫിൽഡ് വിത്തിൻ ദി ഇന്നർ മെംബ്രെയിൻ ഓഫ് മെനിങ്കസ് ആൻഡ് ദി വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിൻ. ആ മെനിങ്കസിൻ്റെ ഉൾഭാഗത്തും ബ്രെയിനിൻ്റെ വെൻട്രിക്കിൾസിലൊക്കെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡാണ് നിറച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഈസ് ഫിൽഡ് വിത്തിൻ ദി ഇന്നർ മെംബ്രെയിൻസ് ഓഫ് ദി മെനിങ്കസ് ആൻഡ് ദി വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിൻ. മെനിങ്കസിൻ്റെ ഉള്ളിലും ഉൾഭാഗത്തും ബ്രെയിനിൻ്റെ വെൻട്രിക്കിൾസിലൊക്കെ ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നിറച്ചിട്ടുണ്ട്. ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ടാവുന്നത് ബ്ലഡിൽ നിന്നാണ്. അത് ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യപ്പെടും. ദ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഈസ് ഫോംഡ് ഇൻ ദ ബ്ലഡ് ആൻഡ് ഇറ്റ് ഈസ് റീഅബ്സോർബ്ഡ് ടു ദ ബ്ലഡ്. ഇനി നമുക്ക് പഠിക്കാം ന്യൂറിഷ്മെൻറ്റ് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിൻ്റെ ന്യൂറിഷ്മെൻറ്റിനെ കുറിച്ചാണ്. ദ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പ്രൊവൈഡ്സ് ഫുഡ് ആൻഡ് ന്യൂട്രിയൻസ് ടു ദി ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡാണ് ബ്രെയിനിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും പോഷകങ്ങളൊക്കെ കൊടുക്കണം. ഇറ്റ് റെഗുലേറ്റ്സ് ദി പ്രഷർ ഇൻസൈഡ് ദി ബ്രെയിൻ.
ബ്രെയിൻ്റെ ഉള്ളിലുള്ള പ്രഷർ അത് നിയന്ത്രിക്കും. ആൻഡ് പ്രൊട്ടക്ട്സ് ദി ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ്. പിന്നെ ബ്രെയിനിനെ മുറിവുകളിൽ നിന്നൊക്കെ രക്ഷിക്കും. The cerebrospinal fluid provides food and nutrients to the tissues of the brain. It regulates the pressure inside the brain and protects the brain from injuries. അതാണ് ബ്രെയിനിൻ്റെ നൂറിഷ്മെൻറ്റ് പറഞ്ഞാൽ ബ്രെയിനിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡാണ്. പിന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡാണ്. അതുകൊണ്ടാണ് ആ മെനിങ്കസിനുള്ളിലൊക്കെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് നടക്കാനുള്ള കാരണം. ഇനി നമുക്ക് ബ്രെയിനിൻ്റെ സ്ട്രക്ചർ കാണാം. ഇതാണ് ബ്രെയിനിൻ്റെ സ്ട്രക്ചർ ഈ ചിത്രത്തിൽ കാണുന്നത്. ബ്രെയിനിന് 5 ഭാഗങ്ങളുണ്ട്. അതായത് സെറിബ്രം, സെറിബെല്ലം, മെഡ്യൂള ഒബ്ലങ്കാറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. സെറിബ്രം എന്ന് പറഞ്ഞാൽ ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫ്ലോട്ട്സ് ആർ സീൻ. അവിടെ നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്രയും അധികം മടക്കുകളും ചുളിവുകളൊക്കെ കാണാൻ പറ്റും. ദ ഗ്രേ കളർ ഔട്ടർ പാർട്ട് ഓഫ് ദി സെറിബ്രം ഈസ് കോൾഡ് കോർട്ടക്സ്. ഗ്രേ കളറുള്ള സെറിബ്രത്തിൻ്റെ പുറംഭാഗത്തിന് പറഞ്ഞ പേരാണ് കോർട്ടക്സ്. ദ വൈറ്റ് കളർഡ് ഇന്നർ പാർട്ട് ഈസ് കോൾഡ് മെഡ്യൂള. വെള്ള കളറുള്ള ഉൾഭാഗത്തിന് പറഞ്ഞ പേരാണ് മെഡ്യൂള. സെൻറ്റർ ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. ചിന്തകളുടെയും ബുദ്ധിപരമായ കാര്യത്തിൻ്റെയൊക്കെ ഓർമ്മേൻ്റേത്, പിന്നെ നമ്മളെ ഇമാജിനേഷൻ, അതിൻ്റെയൊക്കെ കേന്ദ്രമാണ് ഈ സെറിബ്രം. ഇവോക്ക് സെൻസേഷൻസ്. പ്രതികരണങ്ങളൊക്കെ ഇവിടെ നിന്നാണ് ഉണ്ടാവുന്നത്. അതിനുള്ള പ്രതികരണം നൽകുന്നത് സെറിബ്രത്തിൽ നിന്നാണ്. കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്. വോളണ്ടറി മൂവ്മെൻറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് 5 നമ്മൾ അടിച്ച 6 സെറിബ്രത്തിൻ്റെ സ്പെഷ്യാലിറ്റി. ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ, ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് ആർ സീൻ. ദ ഗ്രേ കളർഡ് ഔട്ടർ പാർട്ട് ഓഫ് ദി സെറിബ്രം ഈസ് കോൾഡ് കോർട്ടക്സ് ആൻഡ് ദി വൈറ്റ് കളർഡ് ഇന്നർ പാർട്ട് ഈസ് കോൾഡ് മെഡ്യൂള. സെൻറ്റർ ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ, ഇവോക്ക് സെൻസേഷൻസ്, കൺട്രോൾ വോളണ്ടറി മൂവ്മെൻറ്റ്സ്. ഇതാണ് സെറിബ്രത്തിലെ സ്പെഷ്യാലിറ്റി. പറഞ്ഞ് ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. അവിടെ നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്രയും മടക്കുകളും ചുളിവുകളും കാണാൻ പറ്റും. പിന്നെ സെറിബ്രത്തിൻ്റെ പുറംഭാഗം, അതായത് ഗ്രേ കളറുള്ള പുറംഭാഗത്തിന് പറഞ്ഞ പേരാണ് കോർട്ടക്സ്. വെള്ള കളറുള്ള ഉൾഭാഗത്തിന് പറഞ്ഞ പേരാണ് മെഡ്യൂള. അവിടെ ചിന്തകളുടെയും ബുദ്ധിപരമായ കാര്യങ്ങളുടെയും മെമ്മറീൻ്റെയും ഒക്കെ കേന്ദ്രമാണ്. ഇവോക്ക് സെൻസേഷൻസ്, കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്. ഇനിയുള്ള സെറിബെല്ലാണ് രണ്ടാമത്തെ പാർട്ട്. ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. ബ്രെയിനിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഭാഗമാണ്. സീൻ ബിഹൈൻഡ് ദി സെറിബ്രം ആസ് 2 ഫ്ലാപ്സ്. സെറിബ്രത്തിൻ്റെ പിന്നിലായിട്ടാണ് കാണപ്പെടുന്നത്. അതും 2 ഫ്ലാപ്സ് ആയിട്ട്. ഫ്ലാപ്സ് പറഞ്ഞാൽ അവിടെയും ഫിഷേഴ്സും ഗ്രൂപ്പ്സൊക്കെ ഉണ്ട്. അതായത് ഫിഷേഴ്സ് ആൻഡ് ഗ്രൂപ്പ്സ് ആർ പ്രസൻറ്റ്. കോഓർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. അത് മസ്കുലർ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഇക്വിലിബ്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യും, നിയന്ത്രിക്കും. അപ്പോൾ സെറിബെല്ലം എന്ന് പറഞ്ഞാൽ ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ, സീൻ ബിഹൈൻഡ് ദി സെറിബ്രം ആസ് 2 ഫ്ലാപ്സ്, ഫിഷേഴ്സ് ആൻഡ് ഗ്രൂവ്സ് ആർ പ്രസൻറ്റ്, കോഓർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി. പിന്നെ ഉള്ളത് മൂന്നാമത് മെഡ്യൂള ഒബ്ലങ്കാറ്റ. ദ റോഡ് ഷേപ്പ്ഡ് മെഡ്യൂള ഒബ്ലങ്കാറ്റ ഈസ് സീൻ ബിലോ ദി സെറിബ്രം ലൊക്കേറ്റഡ് നിയർ ദി സെറിബെല്ലം. റോഡ് ഷേപ്പ്, അതായത് റോഡ് ആകൃതിയിലുള്ള മെഡ്യൂള ഒബ്ലങ്കാറ്റ നമുക്ക് സെറിബ്രത്തിൻ്റെ അടിയിലായിട്ടാണ് കാണുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് സെറിബെല്ലത്തിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ ദ റോഡ് ഷേപ്പ്ഡ് മെഡ്യൂള ഒബ്ലങ്കാറ്റ ഈസ് സീൻ ബിലോ ദി സെറിബ്രം ലൊക്കേറ്റഡ് നിയർ ദി സെറിബെല്ലം. കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹേർട്ട് ബീറ്റ്, ബ്രീത്തിങ് എക്സെട്ര. അത് ഇൻവോളണ്ടറി ആക്ഷൻസ് ആയ ഹൃദയമിടിപ്പ്, ശ്വസനം, അതൊക്കെ കൺട്രോൾ ചെയ്യും. അപ്പോൾ മെഡ്യൂള ഒബ്ലങ്കാറ്റ, റോഡ് ഷേപ്പ്ഡ് മെഡ്യൂള ഒബ്ലങ്കാറ്റ ഈസ് സീൻ ബിലോ ദി സെറിബ്രം ലൊക്കേറ്റഡ് നിയർ ദി സെറിബെല്ലം. കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹേർട്ട് ബീറ്റ്, ബ്രീത്തിങ് എക്സെട്ര. ഇനി അടുത്തത് തലാമസ് ആണ്. തലാമസ് സിറ്റുവേറ്റഡ് ബിലോ ദി സെറിബ്രം. സെറിബ്രത്തിൻ്റെ അടിയിലായിട്ടാണ് കാണപ്പെടുന്നത്. ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദി സെറിബ്രം. സെറിബ്രത്തിൽ നിന്നും സെറിബ്രത്തിലേക്കും ഉള്ള ഇമ്പൾസസിൻ്റെ ഒരു റിലേ സ്റ്റേഷൻ, അതായത് ഒരു റിലേ കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അനലൈസസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻസ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ദി സെറിബ്രം. ഈ പല ഭാഗത്തുനിന്ന്, ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഇമ്പൾസസിനൊക്കെ പരിശോധിച്ചിട്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതിനെ സെറിബ്രത്തിലേക്ക് അയക്കും. അപ്പോൾ തലാമസ് സിറ്റുവേറ്റഡ് ബിലോ ദി സെറിബ്രം, ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദി സെറിബ്രം, അനലൈസസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻസ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ടു ദി സെറിബ്രം. പിന്നെ ലാസ്റ്റ് ഉള്ളത് ഹൈപ്പോതലാമസ് ആണ്. സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ തലാമസ്. തലാമസിൻ്റെ കുറച്ച് അടിയിലായിട്ടാണ് കാണപ്പെടുന്നത്.
plays a major role in the maintenance of homeostasis. ഹോമിയോസ്റ്റാസിസിൻ്റെ മെയിൻ്റനൻസിൽ വലിയ പങ്ക് വഹിക്കുന്നതാണ് ഹൈപ്പോതലമസ്. അത് തലമസിൻ്റെ അടിയിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇത്രയേ ഉള്ളൂ ബ്രെയിനിൻ്റെ സ്ട്രക്ചറും പാർട്സൊക്കെ. ഇത് നന്നായി പഠിച്ചാലും പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. അപ്പോൾ നമുക്കിനി അടുത്തതിലേക്ക് പോകാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സ്പൈനൽ കോഡിനെ കുറിച്ചാണ്. സ്പൈനൽ കോഡിൻ്റെ സ്ട്രക്ചർ കാണിച്ചു തരാം. ഇതാണ് സ്പൈനൽ കോഡിൻ്റെ സ്ട്രക്ചർ. സെൻട്രൽ കനാൽ കാണാം, ഡോർസൽ റൂട്ട് കാണാം, വെൻട്രൽ റൂട്ട് കാണാം, വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ. ബ്രെയിൻ്റെ അതേപോലെ തന്നെ എല്ലാം ഉണ്ട്. ഇനി നമുക്ക് സ്പൈനൽ കോഡിനെ കുറിച്ച് വിശദീകരിച്ച് പഠിക്കും. സ്പൈനൽ കോഡ് ഈസ് ദി കണ്ടിന്യൂഷൻ ഓഫ് മെഡ്യൂളോ ഒബ്ലോംഗാറ്റ. മെഡ്യൂളോ ഒബ്ലോംഗാറ്റയുടെ തുടർച്ചയായി വരുന്നതാണ് സ്പൈനൽ കോഡ്. പ്രൊട്ടക്ഷൻ ഓഫ് ദി സ്പൈനൽ കോഡ്. നമ്മൾ ബ്രെയിനിൻ്റെ പ്രൊട്ടക്ഷൻ പഠിച്ചു, അതുപോലെ തന്നെ സ്പൈനൽ കോഡിൻ്റെ പ്രൊട്ടക്ഷനും പഠിക്കാം. ദ സ്പൈനൽ കോഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദി വെർട്ടബ്രൽ കോളം. ബ്രെയിന് സ്കള്ളിൻ്റെ ഉള്ളിലാണ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പൈനൽ കോഡ് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത് വെർട്ടബ്രൽ കോളത്തിൻ്റെ ഉള്ളിലാണ്. ലൈക്ക് ദി ബ്രെയിൻ, ദ സ്പൈനൽ കോഡ് ഈസ് ആൾസോ കവേർഡ് ബൈ മെനിംഗസ്. ബ്രെയിനിൻ്റെ പോലെ അപ്പോൾ ഈ ബ്രെയിനിൻ്റെ പോലെ തന്നെ സ്പൈനൽ കോഡും മെനിംഗസിനെ കവർ ചെയ്തിട്ടുള്ളത്. ദ സെൻട്രൽ കനാൽ കണ്ടെയ്ൻസ് സെറിബ്രൽ ഫ്ലൂയിഡ് ഇൻ ഇറ്റ്. ഇവിടെ സെൻട്രൽ കനാലാണ് സെറിബ്രൽ ഫ്ലൂയിഡിനെ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സെറിബ്രൽ ഫ്ലൂയിഡ് ഉള്ളത് സെൻട്രൽ കനാലിലാണ്. അപ്പോൾ ദ സ്പൈനൽ കോഡ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദി വെർട്ടബ്രൽ കോളം. ലൈക്ക് ദി ബ്രെയിൻ, ദ സ്പൈനൽ കോഡ് ഈസ് ആൾസോ കവേർഡ് ബൈ മെനിംഗസ്. ദ സെൻട്രൽ കനാൽ കണ്ടെയ്ൻസ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഇൻ ഇറ്റ്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഫോർമേഷൻ ഓഫ് സ്പൈനൽ നെർവ്സ്. സ്പൈനൽ നെർവ്സ് എങ്ങനെ ഉണ്ടാവുന്നതെന്നാണ് പഠിക്കാനുള്ളത്. There are 31 pairs of spinal nerves arising from the spinal cord. സ്പൈനൽ കോഡിന് 31 പെയർ സ്പൈനൽ നെർവ്സ് ഉണ്ടാവുന്നുണ്ട്. എ ഡോർസൽ റൂട്ട് ആൻഡ് എ വെൻട്രൽ റൂട്ട് ജോയിൻ ടു ഫോം എ സ്പൈനൽ നെർവ്. ഒരു ഡോർസൽ റൂട്ടും ഒരു വെൻട്രൽ റൂട്ടും കൂടി ചേർന്നിട്ടാണ് ഒരു സ്പൈനൽ നെർവ് ഉണ്ടാവുന്നത്. അപ്പോൾ there are 31 pairs of spinal nerves arising from the spinal cord. സ്പൈനൽ കോഡിന് 31 പെയർ സ്പൈനൽ നെർവ്സ് ഉണ്ടാവുന്നുണ്ട്. ഒരു ഡോർസൽ റൂട്ടും ഒരു വെൻട്രൽ റൂട്ടും ജോയിൻ ചെയ്തിട്ടാണ് ഒരു സ്പൈനൽ നെർവ് ഉണ്ടാവുന്നത്. ഇനിയുള്ളത് മൂന്നാമത്തെ ഫങ്ഷൻസ് ഓഫ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിൻ്റെ ജോലികൾ അല്ലെങ്കിൽ കടമകൾ, ഫങ്ഷൻസ് എന്താണ്? ഇമ്പൾസസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ആർ ട്രാൻസ്മിറ്റഡ് ടു ആൻഡ് ഫ്രം ദി സ്പൈനൽ കോഡ്, ടു ആൻഡ് ഫ്രം ദി ബ്രെയിൻ ത്രൂ ദി സ്പൈനൽ കോഡ്. സോറി, തെറ്റുപറ്റിയാണ്. ഈ ആവേഗങ്ങളില്ലേ, പല ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഇമ്പൾസസൊക്കെ ബ്രെയിനിൽ നിന്നും ബ്രെയിനിലേക്കൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യും. അത് ഈ സ്പൈനൽ കോഡ് കൂടെയാണ്. അപ്പോൾ ഇമ്പൾസസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ആർ ട്രാൻസ്മിറ്റഡ് ടു ആൻഡ് ഫ്രം ദി ബ്രെയിൻ ത്രൂ ദി സ്പൈനൽ കോഡ്. ഇതാണ് സ്പൈനൽ കോഡിൻ്റെ മെയിൻ ഫങ്ഷൻ. പിന്നെ ഇറ്റ് ആൾസോ കോർഡിനേറ്റ്സ് ദി റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സ് ഡ്യൂറിങ് വാക്കിംഗ്, റണ്ണിങ്, എക്സെട്ര. ഇത് സഹകരിക്കും ഈ ശരീരത്തിൻ്റെ റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്. നമ്മൾ ഓടുമ്പോഴും നടക്കുമ്പോഴൊക്കെ റിപ്പീറ്റഡ് അങ്ങനെ തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ നീങ്ങല്ലേ, അതൊക്കെ സഹകരിക്കുന്ന ഈ സ്പൈനൽ കോഡ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഇമ്പൾസസ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ആർ ട്രാൻസ്മിറ്റഡ് ടു ആൻഡ് ഫ്രം ദി ബ്രെയിൻ ത്രൂ ദി സ്പൈനൽ കോഡ്. ഇറ്റ് ആൾസോ കോർഡിനേറ്റ്സ് ദി റിപ്പീറ്റഡ് മൂവ്മെൻറ്റ്സ് ഡ്യൂറിങ് വാക്കിംഗ്, റണ്ണിങ്, എക്സെട്ര. പിന്നെ നാലാമത്തേത് നമുക്ക് തന്നത് ഹൗ ഡസ് ദി ഡോർസൽ റൂട്ട് ഡിഫറെൻറ്റ് ഫ്രം വെൻട്രൽ റൂട്ട്. വെൻട്രൽ റൂട്ടും ഡോർസൽ റൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സെൻസറി ഇമ്പൾസസ് റീച്ച് ദി സ്പൈനൽ കോഡ് ത്രൂ ദി ഡോർസൽ റൂട്ട്. ഈ സെൻസറി ഇമ്പൾസസ് സ്പൈനൽ കോഡിലേക്ക് എത്തുന്നത് ഡോർസൽ റൂട്ടിലൂടെയാണ്. മോട്ടോർ ഇമ്പൾസസ് ഗോ ഔട്ട് ഓഫ് ദി സ്പൈനൽ കോഡ് ത്രൂ ദി വെൻട്രൽ റൂട്ട്. പക്ഷേ മോട്ടോർ ഇമ്പൾസസ് സ്പൈനൽ കോഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് വെൻട്രൽ റൂട്ട് കൂടെയാണ്. അതാണ് രണ്ട് ഡിഫറൻസ്. അപ്പോൾ സെൻസറി ഇമ്പൾസസ് റീച്ച് ദി സ്പൈനൽ കോഡ് ത്രൂ ദി ഡോർസൽ റൂട്ട്. മോട്ടോർ ഇമ്പൾസസ് ഗോ ഔട്ട് ഓഫ് ദി സ്പൈനൽ കോഡ് ത്രൂ ദി വെൻട്രൽ റൂട്ട്. ഇതുവരെയാണ് നമ്മൾ ഇന്നത്തെ പാർട്ട് എടുക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നമുക്കൊന്നും കൂടി ഓടിച്ചു പോകാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പറഞ്ഞത് നെർവ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. നെർവ്സ് ആണ് ആക്സോണിൻ്റെ നെർവ് ഫൈബേഴ്സിൻ്റെ കൂട്ടാണ്. പിന്നെ 3 നെർവിനെ കുറിച്ച് പറഞ്ഞു. സെൻസറി നെർവ്, മോട്ടോർ നെർവ്, മിക്സഡ് നെർവ്. പിന്നെ പറഞ്ഞ നെർവ് സിസ്റ്റം, പെരിഫറൽ നെർവ് സിസ്റ്റം, സെൻട്രൽ നെർവ് സിസ്റ്റം. അതിൻ്റെ പേഴ്സ് പറഞ്ഞു. പിന്നെ ബ്രെയിനിനെ കുറിച്ച് പറഞ്ഞു. ബ്രെയിൻ്റെ പ്രൊട്ടക്ഷൻ പറഞ്ഞു. ബ്രെയിൻ്റെ ന്യൂറിഷ്മെൻറ്റ് പറഞ്ഞു. പിന്നെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ സ്പൈനൽ കോഡിനെ കുറിച്ചാണ് പറഞ്ഞത്. സ്പൈനൽ കോഡ് എന്താണെന്ന് പറഞ്ഞു. സ്പൈനൽ കോഡ് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു. സ്പൈനൽ കോഡിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ സ്പൈനൽ കോഡ് സ്പൈനൽ നെർവ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും തമ്മിലുള്ള വ്യത്യാസവും പറഞ്ഞു. ഇതുവരെയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഞാൻ എല്ലാ വീഡിയോസിലും കൂടി പറഞ്ഞതാണ്, എന്നാലും ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്ത് തെറ്റ് വിട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് എന്ത് സംശയം നിങ്ങൾ ടീച്ചർമാരുടെ ചോദിക്കണം. അപ്പോൾ
നമുക്ക് അടുത്ത വീഡിയോയിലോട്ടും വീണ്ടും കാണാം. അതുവരെയും ബൈ.